കടന്നു വന്ന വഴികളിൽ ആ മകളെ അന്വേഷിക്കുകയാണ് സാറാമ്മ. ആറാം മാസത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിഷയ്ക്ക് 42 പിന്നിടുമ്പോൾ നരവീണെങ്കിലും അവളെ തിരിച്ചറിഞ്ഞ ഞങ്ങളിലേക്കെത്തിയ ആദ്യ ഫോൺ കോൾ തന്നെ ആ അമ്മയിലേക്കുള്ള വഴി തുറന്നു. അല്ല, ഇപ്പൊ നിങ്ങളിപ്പോ ഇത് അറിഞ്ഞപ്പോ ഇത് തന്നെയാണ് ഈ നിങ്ങളുടെ അമ്മയുടെ കുട്ടികൾ തന്നെയാണ് ഇതെന്ന് ഒരു തോന്നാണ്ടായ സാഹചര്യം എന്തായിരുന്നു? അല്ല, ഞാനിപ്പോ ആ കുട്ടിയുടെ ഫേസും അമ്മയുടെ ഫേസൊക്കെ നോക്കുമ്പോൾ ഏതാണ്ടൊക്കെ ഒരുപാട് പോലെ തോന്നുന്നു. മനസ്സിലായി. ഇതിപ്പോ ഇങ്ങനെ ഒരു കൂടിച്ചേരലിന് നിങ്ങൾക്കും അങ്ങനെ ഉണ്ട്, ഇതാണ് അമ്മയുടെ കുട്ടിയെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് കാണട്ടെ എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? അവരുടെ ആഗ്രഹം എങ്ങനെയാണെങ്കിൽ കാണട്ടെ. അത് വേഗം മനുഷ്യനായത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ. മനസ്സിലായി. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ആ മഠത്തിലെ സിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ തിരിച്ചു ബന്ധപ്പെടാം. ഓക്കെ. വാർത്തയിൽ നിന്ന് നിഷയെ തിരിച്ചറിഞ്ഞത് അവളുടെ അർദ്ധ സഹോദരനാണ്. തൃശൂരിലെ ഒരു വയോജന കേന്ദ്രത്തിലേക്ക് നിഷയെ കൂട്ടി എത്താമോ എന്ന് ചോദ്യം. CSST പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ നീലിമയ്ക്കൊപ്പം ആ വയോജന കേന്ദ്രത്തിലേക്ക് നിഷ എത്തുമ്പോൾ ബിനോയ് ചാക്കോ എന്ന അവളുടെ അർദ്ധ സഹോദരനുമുണ്ടായി. ബന്ധങ്ങൾ ശിഥിലമായ ഒരു കുടുംബത്തിൽ സ്വന്തം അമ്മയുടെ മനസ്സ് കൈവിട്ടപ്പോഴാണ് നിഷ അനാഥാലയത്തിൽ എത്തിയത്. 83-ൽ നിഷയെ മുളന്തുരുത്തിയിൽ നിന്ന് ബന്ധുക്കൾ അനാഥാലയത്തിൽ എത്തിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന താനെന്ന 10ാം ക്ലാസ്സുകാരനെ ഓർക്കുന്നു ബിനോയ്. ഈ പറഞ്ഞ അനാഥാലയത്തിൽ കൊണ്ടാക്കിയത് ചേർന്നാണ്. എത്ര 10ാം ക്ലാസ് പഠിക്കുന്ന? അന്ന് 10ാം ക്ലാസ് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. നിഷ 42 വർഷത്തിനിപ്പുറം പെറ്റമ്മയെ അടുത്തറിയുമ്പോൾ മനസ്സിലെ ചോദ്യങ്ങളൊക്കെയും മറന്ന് ആ മകൾ അമ്മയെ കണ്ണിറയെ കണ്ടു. ഓർമ്മകളിൽ എവിടെയോ അപ്പോഴും മകളെ തേടുകയായിരുന്നു സാറാമ്മ. സാറാമ്മച്ചി പറയല്ലേ, 2 മക്കളെ ഞാൻ ഇവിടെ ഇട്ടിട്ടാ പോന്നേക്കുന്നേന്ന്. അവരുടെ കവിത കഴിയും. അതിലൊരു മോളാ ഇത്. കവിത കഴിയുണ്ട്. ആ മോള് വലുതായതാ ഇത്. ഭർത്താവ് യോസിനെയും മകൾ റായയെയും അമ്മയ്ക്ക് പരിചയപ്പെടുത്തുമ്പോഴേക്കും ബിനോയിൽ നിന്ന് ചിതറിപ്പോയ തന്റെ കുടുംബാംഗങ്ങളെ നിഷ തിരിച്ചറിഞ്ഞിരുന്നു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മടങ്ങിയെത്താൻ ആ ചിരിക്കുന്ന മുഖമാണ് വെട്ടം. So Nisha, are you happy? Yes, I'm happy. Yes, that I couldn't expect this. That after on Monday I was on television news, and 2 days later, it's for me it's still surreal. Like I don't understand it yet. Like that, it's normal. I think that suddenly you see your biological mother and also your stepbrother, and you know that are also 4 other kids, and yes, I think it's I'm happy, but also a little bit confused still. I saw your emotions with your amma, your birth mother, and I don't know what to ask you. Yes, she still remembers us, but when we are younger, she knows that she misses 2 children. That's very special. So yes, for me it's very special because the sisters, they told us that she still speaks about 2 children that are missing, and until now the sisters didn't know about who she was talking about because they didn't know about this past. So now they can also have the context of this past, and yes, it's special for me. Yes. God bless Nisha. I'm very happy. ക്യാമറമാനായ TS സുമേഷിനും C അഭിലാഷിനുമൊപ്പം എം ദിൻ പ്രകാശ്, മനോരമ ന്യൂസ്, കൊച്ചി.
യെസ്, ഇപ്പോൾ ഇതിന്റെ വിവരങ്ങളുമായി ദിനപ്രകാശ് തന്നെ ചേരുന്നുണ്ട്. ദിനു, ഈ തിരക്കിട്ട ജോലിക്കിടെ ഒരുപക്ഷെ ഈ ഒരു ജോലിയൊക്കെ അവസാനിപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കുക ഇങ്ങനെ ചെയ്ത ചില വാർത്തകളായിരിക്കും. അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്, അനാഥയാണ് എന്ന് കരുതിയിടത്ത് നിന്ന് താൻ അനാഥയല്ല, തനിക്കും ആരൊക്കെയുണ്ട് എന്നുള്ള തിരിച്ചറിവ് അതാ നിഷയുടെ കണ്ണുനീരിൽ, ആ സന്തോഷ കണ്ണുനീരിൽ നമ്മൾ കണ്ടതാണ്. എങ്ങനെയായിരുന്നു ദിനു നിഷയ്ക്കൊപ്പമുള്ള യാത്ര? ബിന്ദു, ഞാൻ പറയാൻ ഉദ്ദേശിച്ച അതേ വരിയാണ് ഇപ്പോൾ ബിന്ദു ഇവിടെ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. ഏതായാലും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും തിരക്കിട്ട ഒരുപാട് ബ്രേക്കിംഗ് ന്യൂസുകൾക്കിടയിൽ ഇത്തരം ചില വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും അതിന് ഫലം കാണുകയും ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ ഒരു തൃപ്തി തോന്നുന്ന ചില സമയമുണ്ട്. ആ ഒരു യാത്രയുടെ പരിണിത ഫലമാണ് ഈ ഒരു കൂടിച്ചേരൽ എന്നുകൂടി പറയേണ്ടതുണ്ട്. ഏതായാലും ഈ വാർത്ത നമ്മൾ കൊടുത്തതിന് പിന്നാലെ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഫോൺ കോൾ വരുന്നത് നമ്മുടെ മലയാള മനോരമയുടെ പത്ര ഏജന്റ് മുഖേനയാണ് നമ്മളെ അവർ ബന്ധപ്പെടുന്നത്. അങ്ങനെ ബന്ധപ്പെട്ട ആദ്യം തന്നെ അവർ പറയുന്നത് ആ കുട്ടി കാണുന്നേ കണ്ടോട്ടെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് എന്താണ്, ഈ ഉറപ്പെന്താണ്, ഈ കുട്ടി തന്നെയാണ് ആ അമ്മയുടെ മകൾ എന്നുള്ളതിന് ഉറപ്പെന്താണ്? അപ്പോൾ ഈ വിളിച്ചയാൾ, അതായത് വിനോദ് തന്നെ പറയുകയാണ്, അന്ന് ആ കുട്ടിയെ അവിടെ കൊണ്ടാക്കുമ്പോൾ, ഈ അനാഥാലയത്തിൽ കൊണ്ടാക്കുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. ആ യാത്രയിൽ ഞാനും ഒപ്പം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു ഉറപ്പ് നമുക്ക് വേണ്ടിയിരുന്നില്ല. കാരണം ആ കുഞ്ഞിന്റെ മുഖം, നിഷ കുട്ടിയായിരിക്കുമ്പോഴുള്ള മുഖം ഇന്നും ഓർമ്മ വയ്ക്കുകയും അതൊരു പക്ഷേ ഒരു നൊമ്പരമായിട്ട് ആ കുട്ടിയെ കൊണ്ടാക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ, ആ നിമിഷം ഒരു പക്ഷേ അദ്ദേഹം വളരെ വേദനയോടുകൂടി അല്ലെങ്കിൽ നൊമ്പരമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചതിൻ്റെ കൂടി ഒരു പരിണിത ഫലമാണ് ഇത്തരം ഒരു വാർത്ത വരുമ്പോൾ അതിലാദ്യം തന്നെ ഒരു പ്രതികരണമായിട്ട് അദ്ദേഹം വരാനുണ്ടായ സാഹചര്യം. മാത്രമല്ല ആ കുടുംബത്തിൽ എല്ലാവർക്കും ഈ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എല്ലാവർക്കും അറിയാം. ആ കുടുംബത്തിലെ പലരും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്നോട് സംസാരിക്കുകയുണ്ടായി. അവർക്ക് ആർക്കും തന്നെ ഈ നിഷ തിരിച്ചു വന്ന് അമ്മയെ കാണുന്നതിനോട് ഏതെങ്കിലും വിയോജിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെ ഇത്ര വേഗം ഈ കൂടിച്ചേരൽ സാധ്യമായത്. പക്ഷേ നിഷയ്ക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സത്യമാണോ എന്ന് തിരിച്ചറിയാൻ ഒരു പാടുപെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ വന്ന് അമ്മയെ കണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം